ഇടുക്കി സേനാപതി മാങ്ങാത്തൊട്ടിയിൽ കോഴി ഫാമുകളിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം. 2 ഫാമുകളിലായി 600ഓളം കോഴികൾ ചത്തു. വനം വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആക്രമിച്ചത് ഏത് മൃഗമെന്നതിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. കാട്ടുപൂച്ച പോലുള്ള ഏതെങ്കിലും മൃഗങ്ങളായിരിക്കാം ആക്രമിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. മാങ്ങാത്തൊട്ടി ടൗണിന് സമീപമുള്ള 2 കോഴി ഫാമുകളിലാണ് ഇന്നലെ രാത്രിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണമുണ്ടായത്. വർഷങ്ങളായി കോഴി ഫാം നടത്തിവന്നിരുന്ന ഇടുകുഴിയിൽ വർഗീസിന്റെ ഫാമിലെ 1000ഓളം കോഴികളിൽ 500ലധികവും ചത്തു. പലതിനെയും ഭക്ഷിച്ചിട്ടുമുണ്ട്. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കർഷകനുണ്ടായത്. രാത്രിയിൽ കോഴികൾക്ക് തീ കൊടുക്കുവാൻ എത്തിയപ്പോഴാണ് കോഴികളെ അജ്ഞാത ജീവി ആക്രമിച്ചു കൊന്നതായി കണ്ടെത്തിയത്. ഞാൻ ഇന്നലെ വൈകുന്നേരം പതിപോലെ കോഴികൾക്ക് വൈകുന്നേരം തീറ്റിട്ട് കൊടുക്കുന്ന സംവിധാനമുണ്ട്. രാത്രി 8 മണിക്ക് ഇവിടെ ഫാമിലേക്ക് ഇവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഈ കോഴി ഫാമിൽ മൊത്തം ഇങ്ങനെ കോഴികളെ ഏതോ ജീവി ഇങ്ങനെ കടിച്ചു വന്നിട്ടിരിക്കുകയായിരുന്നു. അത് പല ഭാഗത്തായിട്ട്. ഇതിനകത്തുനിന്നൊരു ആകെ 1000 കോഴി ഉണ്ടായിരുന്നോ, അതിനകത്ത് ഒരു 500 ചത്തുപോയി. രാത്രി 2 മണിയോടെയാണ് പനച്ചിക്കൽ വിജയന്റെ ഫാമിലെ കോഴികളെ അജ്ഞാത ജീവികൾ ആക്രമിച്ചത്. ശബ്ദം കേട്ട് ഓടിയെത്തിയതോടെ ജീവി ഓടി മറഞ്ഞു. ഏത് ജീവിയാണെന്ന് വ്യക്തമായി കാണാനും കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ 3 മണിയായപ്പോൾ ഇവിടെ ഇറങ്ങി വരുന്നേ. അപ്പോൾ ഒരു ഒച്ച കേട്ടോണ്ട് ഇറങ്ങി വന്നേ. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു സൗണ്ട് കേട്ടു. അപ്പം നോക്കാൻ വന്നപ്പോൾ ഇതിനകത്ത് ഫാം തുറന്ന് നോക്കുമ്പോൾ കോഴിക്കുഞ്ഞ് ചത്തു കിടക്കുന്നു. എന്തൊക്കെയോ പോലെ കോഴിക്കുഞ്ഞെല്ലാം ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടാൽ ഇറങ്ങി വന്നേ. അന്നേരം വന്നപ്പോൾ കോഴിക്ക് പല എണ്ണത്തിനും തലയില്ല, അങ്ങനെ കിടക്കുന്ന കണ്ടു. അതെല്ലാം പിറക്കി പുറത്തിട്ടിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ കിടന്നു, ഫാമിൽ തന്നെ. അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായില്ല. വിജയന്റെ 50ലധികം കോഴികളെ അജ്ഞാത ജീവി കൊന്നു ഭക്ഷിച്ചു. സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരും പഞ്ചായത്ത് അധികൃതരും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ ബുൾബേന്ദ്രനും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇതിനു മുമ്പ് ഈ പ്രദേശത്തിന് സമീപത്തും അമ്മട്ടിക്കാനത്തും ഇതേപോലെ തന്നെ 2000 കോഴീനെ ഒരു കൂട്ടിൽ കയറി. അന്ന് കയറിയത് ലെപ്പേഡ് ക്യാറ്റാണ്, പൂച്ചപ്പുലിയാണ് കയറിയത്. അപ്പോൾ ഇത് പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായത് ഏതോ അജ്ഞാത ജീവിയുടെ ഒരു ആക്രമണമാണ്. അദ്ദേഹത്തിന് ഏതാണ്ട് 2 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഏത് മൃഗമാണെന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും കാട്ടുപൂച്ച പോലുള്ള ഏതെങ്കിലും മൃഗമാവാനാണ് സാധ്യതയെന്നും കർഷകന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുമെന്നും ബോഡിമെട്ട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജോൺസൺ പറഞ്ഞു. അതെ, വൈൽഡ് ആനിമൽ ആയിരിക്കാനാണ് സാധ്യത. അത് ഏതെങ്കിലും ഈ പറയുന്ന ചിലപ്പോഴെന്ന് വെച്ചാൽ വൈൽഡ് ക്യാറ്റോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു ജീവിയായിരിക്കാം. പക്ഷെ നമുക്ക് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ കാൽപ്പാടുകളോ അങ്ങനെ ഒരു രേഖയോ ഒന്നുമില്ല, അതിൽ കാണുന്നില്ല. അതേസമയം ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായ കർഷകർക്ക് സർക്കാർ അടിയന്തരമായി നഷ്ടപരിഹാരം നൽകാൻ ഇടപെടണമെന്ന CPI സംസ്ഥാന കൗൺസിൽ അംഗം CU ജോയും ആവശ്യപ്പെട്ടു. ബന്ധപ്പെട്ട വകുപ്പ് അധികാരികൾ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പും ഇടപെട്ട് അടിയന്തരമായി ഇത് പരിശോധിക്കുകയും അന്വേഷിക്കുകയും എന്തു തരത്തിലുള്ള ജീവിയാണ് ഇതൊന്നും യാതൊരു നിശ്ചയവുമില്ല, അത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കുകയും പഠിക്കുകയും ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യണം. അതേസമയം ഒരു ദിവസം 2 ഫാമുകളിൽ അജ്ഞാത ജീവിയുടെ ആക്രമണമുണ്ടായതോടെ നാട്ടുകാരും ഭീതിയിലാണ്. സിറ്റി വിഷൻ, സേനാപതി.